ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലൻഡ് ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ്. മക്കളെ, ഈ ഒരു വീഡിയോ തരുന്നു പറഞ്ഞാൽ ചാപ്റ്റർ വൈസുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരികയാണ്, ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. ഇന്നും നാളെയായിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നിന്നാണെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് അറിയത്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയത്തില്ല എങ്കിൽ നീ കമൻറ്റ് ബോക്സ് ചോദിക്കാം. കാരണം ഈ ഒരു വീഡിയോയിലുള്ള ടോപ്പിക്സിൽ നിന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് എന്നല്ലാത്തൊരു ക്വസ്റ്റ്യൻസ് പോലും പരീക്ഷയ്ക്ക് വരുത്തതില്ല കേട്ടോ. അപ്പം ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും, സാറേ ഇത് ചാപ്റ്റർ ഫുൾ ഉണ്ടല്ലോ. ചാപ്റ്റർ ഫുള്ളുണ്ടെന്നും പറഞ്ഞിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ടോപ്പിക് വൈസ് ഇട്ട് തരിക എന്ന് പറയാൻ അതൊരു കഴിവ് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് പറ്റി നിങ്ങളെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൗജന്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു തരികയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാം. അല്ല ബുക്ക് ഫുള്ളുണ്ടല്ലോ സാറേ, ഇത് ബുക്ക് ഫുള്ള് ഞാൻ പഠിക്കണോ എന്നൊരു കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ളൊരു വീഡിയോ മാത്രമാണിത്. സോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഡൗട്ട് ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചോദിക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. യെസ്, ഞാൻ വീഡിയോയിലോട്ട് പോവുകയാണ്. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആയി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഫസ്റ്റ് നമ്പർ സിസ്റ്റം. നമുക്ക് ആൻഷ്യന്റ് നമ്പർ സിസ്റ്റം ഒക്കെ എന്താണ് ഈ പറഞ്ഞ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, ചൈനീസ് നമ്പർ സിസ്റ്റം, പിന്നെ ആണെങ്കിൽ എന്താണ് മായൻ നമ്പർ സിസ്റ്റം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നമ്പർ സിസ്റ്റം പഠിച്ചു വെച്ചേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ, അബാക്കസ്. ഓക്കെ, അബാക്കസ് ചാൾസ് ബാബേജിന്റെ എന്താണ് ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജാക്കോബ് ലൂംസ്, അങ്ങനെയുള്ള കാര്യം, ആ ഡിവൈസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ പഠിച്ചിട്ട് വെക്കണം. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. മക്കളെ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല, ഈ പ്രാവശ്യം ചോദിക്കുന്നതായിരിക്കും. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ഫുൾ കമ്പ്യൂട്ടർ, ഫസ്റ്റ്, സെക്കൻഡ്, 3G 4G 5G. അപ്പോൾ 1G തൊട്ട് 4G വരെങ്കിലും പഠിച്ചു വെച്ചേക്കുക. 1G തൊട്ട് 4G വരെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 1G തൊട്ട് 4G വരെയുള്ള എല്ലാ ഫീച്ചേഴ്സും പഠിച്ചു ചെയ്യട്ടോ. സാറ് പഠിപ്പിച്ചിട്ട് നോക്കുക. ജസ്റ്റ് ട്യൂറിംഗ് മെഷീൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ആരാണ് കണ്ടുപിടിച്ചത്, ആ അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അതെല്ലാം പഠിച്ചു വെച്ചേക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡേറ്റ റെപ്രസെന്റേഷൻ, ബൂളിയൻ ആൾജിബ്ര. ഓക്കെ, നമ്പർ സിസ്റ്റം എന്താണ്, നമ്പർ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ, ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചതേ ഉള്ളൂ അല്ലേ. യെസ്, അതിനകത്ത് MSD എന്താണ്, LSD എന്താണ്, MSB എന്താണ്, LSB എന്താണ്, ആ ഒരു കാര്യം കോൺസെപ്റ്റ് പഠിച്ചിരിക്കുക. ദെൻ നമ്പർ കൺവെർഷൻസ്, അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് നോക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എവിടെ ഇരിക്കാൻ, നാളെയുള്ള സൂപ്പർ 16 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഇരിക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നറിയാൻ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നാളെ രാവിലെ 9 മണിക്ക് മുന്നായിട്ട് ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ട് വേണം PYQ ഡിസ്കഷൻ ഇരിക്കുക കേട്ടോ. അവിടെ PYQ ഡിസ്കഷൻ എന്ന് പറയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ ഇനി ആൻസർ ചെയ്യാൻ പോകുന്ന ഇനി വരാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, അതേ കണക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റും, നമുക്ക് അതും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ലെറ്റ്സ് നോക്കാം. ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻസ്. ഓക്കെ, ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻ മക്കളെ കേട്ടോ. ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻസ്. ഓക്കെ, ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ്, ടൂസ്. അതിന്റെ ഹെഡിങ് ആണ് ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ക്യാറ്റ് റെപ്രസെന്റേഷൻ സ്റ്റാൻഡേർഡ്സ്, ASCII, EBCD, ASCII, ISCII, യൂണിക്കോഡ്, അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേക്കുക. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻസ്. ഓക്കെ, മാൻഡിസ എക്സ്പോണന്റ് ഫോം, ബൂളിയൻ ആൾജിബ്രയ്ക്ക് അത് ആൻഡ്, ഓർ, നോട്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സ്, നാൻഡ്, നോറും ചോദിക്കാറുണ്ട്. സർക്യൂട്ട് ഡയഗ്രം ഡ്രോയിങ് പറയുമ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചാണ്. നെക്സ്റ്റ് ഒക്കെ ഡിമോർഗൻ സിയറം. ഓക്കെ, അതിന്റെ 2 ലോസ്, അതിന്റെ പ്രൂഫ് ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബേസിക് ഗേറ്റ്സ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അഥവാ ബേസിക് ഗേറ്റ്സ് ഉണ്ടാക്കുക ഏത് ഉപയോഗിച്ചിട്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഡൗട്ട് ചോദിക്കാം. അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോക്കാം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഫസ്റ്റ് വൺ ഇസ് സ്റ്റേജസ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫംഗ്ഷൻസിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫിഗർ, നമ്മുടെ CPU, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്പോണൻസ് ഓഫ് CPU, ALU, CU, സ്റ്റോറേജ് യൂണിറ്റ്, ALU, CU, രജിസ്റ്റേഴ്സ്. ആ കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അക്യുമുലേറ്റർ, MAR, MBR, IR, PC, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻപുട്ട് ഡിവൈസ്, ഏതെങ്കിലും ഒരു 5 ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, മിനിമം ഒരു 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു വെച്ചേക്കാം. 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, മറക്കല്ല. റാം ഡിഫറൻസ്, ആ ബോക്സ്, ടെക്സ്റ്റ് ബുക്കിലെ ബോക്സ് പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ക്യാഷ് മെമ്മറി എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ 2-3 പോയിന്റ്സ് എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് പ്രിന്റർ, അതിന്റെ ടൈപ്സ്. ഓക്കെ,
നോൺ ഇമ്പാക്ട് എമിറ്ററും ഇമ്പാക്ട് എമിറ്ററും. ഓക്കെ, ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസ്, ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്, ഇ വേസ്റ്റിലുള്ള കെമിക്കൽസിലും വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പോണൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രൊസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് അതും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീഡംസ്, 4 ഫ്രീഡംസ് അതും പഠിച്ചിരിക്കുക കേട്ടോ. ഇതിലെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ മിസ്സാക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. മക്കളെ, ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡ് ഇൻ ദ പ്രോഗ്രാം യൂസിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എന്താണ് ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, ലാസ്റ്റ് മിനിറ്റ്സ് ഡോക്യുമെന്റേഷൻ. ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ പഠിച്ചു കേട്ടോ. ആ ഓർഡർ കീപ്പ് ചെയ്ത് പഠിച്ചിരിക്കുക. എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കുക. ചോദിക്കാറുണ്ട്, 5 മാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് അൽഗോരിതത്തിന്റെ എക്സാമ്പിൾ, അൽഗോരിതംസ് നമ്മൾ ഇന്ന് ചെയ്തതാണ്. ദെൻ ഫ്ലോ ചാർട്ടിന്റെ എക്സാമ്പിൾസ് ചെയ്തതാണ്. ഇന്ന് ചെയ്തതിന്റെ അതിന്റെ അപ്പുറം അൽഗോരിതംസ് ചോദിക്കത്തില്ല മക്കളെ. വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ വരാറുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ക്യാരക്ടർ സെറ്റ്, എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറയുക. നെക്സ്റ്റ് ടോക്കൺസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ്, കീവേഡ്സ്, ഐഡന്റിഫൈസ്, ലിറ്ററൽസ്, പഞ്ചേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെച്ചേക്കുക. 5 മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് എസ്കേപ്പ് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ദെൻ ഐഡിയയുടെ ഫുൾ ഫോം. എന്താണ് ഐഡിയയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിയോൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയബിൾ പാർട്സ്, വേരിയബിളിലെ 3 പാർട്സ് ഐഡന്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻ വരാം. ഒരു വേരിയബിളിന്റെ ഫിഗർ വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ വരും. വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്, എൽ വാല്യൂ, ആർ വാല്യൂ ഒക്കെ ഐഡന്റിഫൈ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക്, റിലേഷണൽ, എന്താണ്, ദെൻ ലോജിക്കല്, ഇൻപുട്ട് ഔട്ട്പുട്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് അല്ലേ. പിന്നെ ഓപ്പറാൻസിനെ വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് യൂണറി, ബൈനറി, ടെർണറി. ടെർണറി എക്സാമ്പിൾ എന്താണ്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് വട്ടം പഠിച്ചിട്ടുള്ള കേട്ടോ. എക്സ്പ്രഷൻ ഡിഫറെന്റ് ടൈപ്സ് ചോദിക്കാറുണ്ട്. ദെൻ പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് എക്സ്പ്രഷൻ പഠിക്കുമ്പോൾ എന്താണ് മക്കളെ? ഈ പറഞ്ഞ ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻ, ഇൻഡിജർ നമ്പർ എക്സ്പ്രഷൻ പഠിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ആ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ എന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് നോക്കാം, ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് പഠിച്ചേക്കുക. ഇംപ്ലിസിറ്റി, എക്സ്പ്ലിസിറ്റ് എക്സാമ്പിൾ എന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാമിംഗ്, അതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കുക. ടൈപ്പ് മോഡിഫയേഴ്സ്, എന്താണ് അസൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്, അത് പഠിച്ചു വെച്ചേക്കുക. കോൺസ്റ്റ് ഗിവന്റെ യൂസ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, കോൺസ്റ്റ് ഗിവൻ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആയാലും ഫിക്സഡ് ആയിരിക്കും. അതിന്റെ യൂസും ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അതെല്ലാം ഞാൻ ലൈവുകളിലൊക്കെ തന്നിട്ടുള്ള വൺ ഷോട്ട് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തേ പോണ്ട് ഓരോ സബ്ജക്റ്റിന് കേട്ടോ. ആ ചാപ്റ്റർ വൈസ് കൊടുത്തേ പോണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ സയൻസിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കേട്ടോ മക്കളെ. ഈ ഡേറ്റ ടൈപ്സിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ ചാപ്റ്റേഴ്സിന്റെ ഇതുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അദ്ഭുത ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ, കമന്റ് ബോക്സ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, കമന്റ്സ് ഇൻ C++ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈയിടെയായിട്ട് ചോദിച്ചു വരാറുണ്ട് കമന്റ്സ് ഇൻ C++. സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമന്റ് ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേക്കുക. പ്രോഗ്രാംസ്, നിങ്ങളിത് കണ്ടുപിടിച്ച് പഠിക്കുമ്പോൾ എന്താ മക്കളെ? നിങ്ങളത് കൂടുതൽ പഠിക്കും. നിങ്ങളിത് കണ്ടുപിടിച്ച് പഠിക്കുമ്പോൾ നിങ്ങളിത് കൂടുതൽ പഠിക്കും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ലൈവ് കണ്ട് അന്വേഷിച്ച് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കത്തതേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾ കമന്റ് ബോക്സ് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളത് കൂടുതൽ പഠിക്കത്തേ ഉള്ളൂ. ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്ന് വാവരം വിചാരിക്കാൻ നിങ്ങൾ പഠിക്കത്തൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, നെക്സ്റ്റ് ലൂപ്പ്. അപ്പൊ ഇതിനകത്ത് സെലക്ഷന്റെയും ലൂപ്പിംഗിന്റെ ഒക്കെ സിൻടാക്സുകൾ പഠിച്ചിരിക്കുക. സിൻടാക്സ് പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് എൽസിന്റെ പറയാണ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ആ സിൻടാക്സ് അറിയത്തില്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇല്ല മക്കളെ. അപ്പോൾ സിൻടാക്സ് ഒന്നുകിൽ ഡയറക്റ്റ് സിൻടാക്സ് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇഫ് എൽസ് ചോദിക്കാം. അവിടെ സിൻടാക്സ് വേണം. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് വേണം? സിൻടാക്സ് മസ്റ്റ് ആയിട്ട് വേണം. സിൻടാക്സ് ഇല്ലെങ്കിൽ അവിടെ പറ്റത്തില്ല. സിൻടാക്സ് ഇല്ലെങ്കിൽ അവിടെ നടക്കില്ല പരിപാടി നടക്കുന്നത്. അപ്പോൾ സെലക്ഷൻ്റെയും ലൂപ്പിങ്ങിൻ്റെ ഒക്കെ എന്താ സിൻടാക്സ് പഠിച്ചിരിക്കുക. ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്, ബ്രേക്ക് കണ്ടിന്യൂ, ഡിഫറൻസ്. ഓക്കെ, ബ്രേക്ക് കണ്ടിന്യൂൻ്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക. പിന്നെയാണെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ലൂപ്പ് എന്താണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കുക. പറയുമ്പോൾ ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നതാണ്. പുറത്തെ ലൂപ്പിന് എന്ന് വിളിക്കാൻ ഔട്ടർ ലൂപ്പ് എന്ന് വിളിക്കുന്നുണ്ട്, അകത്തെ ലൂപ്പിന് ഇന്നർ ലൂപ്പ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. നെക്സ്റ്റ് എടുത്ത് നോക്കാം, അറേയുടെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ സിൻടാക്സ്, ദെൻ ആക്സസിങ് അറേ.
ഓക്കെ, അറേയുടെ എലമെന്റ്സിന് ആക്സസ് ചെയ്യുക. ഇൻഡെക്സ് വാല്യൂ 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ആക്സസ് ചെയ്യുക, അറേയുടെ എലമെന്റ്സിന് ആക്സസ് എങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അറേ ഇനിഷ്യലൈസ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അറേ ഇനിഷ്യലൈസ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതും ജസ്റ്റ് ആഡ് ചെയ്തൊക്കെ വിട്ടിട്ടോ, ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അറേ ഇനിഷ്യലൈസ് ചെയ്യാനും കുറേ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് കിട്ടും. അറേ ഇനിഷ്യലൈസ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അറേ ഓപ്പറേഷൻസ്, എന്താ ട്രാവേഴ്സൽ ദെൻ പിന്നെ നമ്മളെ സോർട്ടിങ്, സെർച്ചിങ്, ആൽഗോരിതംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെമ്മറി അലൊക്കേഷൻ ഓഫ് അറേയുടെ മെമ്മറി അലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അറേ ഓപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടു ഡയമെൻഷണൽ അറേ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വെക്കാം റൈറ്റ് C++ പ്രോഗ്രാം ടു ഇൻപുട്ട് സ്കോർസ് ഓഫ് 5 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ റിവേഴ്സ് ഓർഡർ. ഈ ഒരു പ്രോഗ്രാം മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടെ. വേറെ പ്രോഗ്രാംസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എഴുതിയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസിങ് IO ഫംഗ്ഷൻ കേട്ടോ, വളരെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ്. മെമ്മറി അലൊക്കേഷൻ ഓഫ് സ്ട്രിംഗിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്ലസ് 1/4 നെൽക്യാറ്റ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് മക്കളെ, സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിന്റെ ഫംഗ്ഷൻസുകളൊക്കെയാണ്. സ്ട്രീം ഫംഗ്ഷൻസ് ഉണ്ട്. ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ് ഫംഗ്ഷൻസ് ചോദിക്കാറുണ്ട്. സി ഇൻ ഗെറ്റ്സ് ഫംഗ്ഷൻ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം ഫംഗ്ഷൻസിലോട്ട് ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്, മോഡുലാർ പ്രോഗ്രാമിന്റെ മെറിറ്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന്റെ ലിസ്റ്റ് ചെയ്തതിന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നോക്കാം പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ 2 ടൈപ്സ് ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട് ഇല്ലേ. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം അതിൻ്റെ ഹെഡർ ഫയൽസ് ഒക്കെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നോക്കാം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നാണ്, ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഡിഫറൻസ്, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്താണ്, ഫോർമൽ ആർഗ്യുമെന്റ് എന്താണ്, അതും കൂടെ പഠിച്ചു വെക്കുക. ആക്ച്വൽ ആർഗ്യുമെന്റ് എന്താണ്, ഫോർമൽ ആർഗ്യുമെന്റ് എന്താണ്, അത് പഠിച്ചു വെച്ചേക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സ്കോപ്പ് ഓഫ് വേരിയബിൾസ്, ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ്, ഓക്കെ, ലോക്കൽ ഫംഗ്ഷൻ, ഗ്ലോബൽ ഫംഗ്ഷൻ, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതിന്റെ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ബേസും ആണെങ്കിൽ ഇലക്ട്രോണിക്കലി കണക്ട് വെച്ചിരിക്കുന്ന പ്രോസസ്സാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുള്ളതാണ്, അഡ്വാൻറ്റേജ് ചോദിക്കാറുള്ളതാണ്, നോഡ് എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്താണ്, നോയ്സ് എന്താണ് ചോദിക്കാറുള്ളതാണ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സ് എന്താണ് ചോദിക്കാറുള്ളതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ മീഡിയ അത് ചോദിക്കാറില്ല, കമ്മ്യൂണിക്കേഷൻ മീഡിയ, ഗൈഡഡ് മീഡിയ, അൺഗൈഡഡ് മീഡിയ ചോദിക്കാറുള്ളതാണ്. ടോപ്പോളജി എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, ബസ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുള്ള, ഫിഗറും പഠിച്ചു വെച്ചേക്കാം കേട്ടോ, ചോദിക്കാറുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹബ്ബ്, സ്വിച്ച്, ഗേറ്റ്വേ, റൗട്ടർ, അതൊക്കെ 3 മാർക്കിന് ഓരോ എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ അതിൽ വൈഫൈ, വൈമാക്സ്, ബ്ലൂടൂത്തും അതും ചോദിക്കാറുണ്ട്, 2-3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, പാന്, ലാന്, ഓക്കെ, അതിൻ്റെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടോകോൾസ്, TCP, IP പ്രോട്ടോകോൾ, HTTP, ഓക്കെ, FTP പ്രോട്ടോകോൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടോകോൾസിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് URL വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് പഠിക്കാൻ പോകാൻ. നെക്സ്റ്റ് എടുത്ത് നോക്കാം ഇന്റർനെറ്റ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കണം. റൈറ്റ്, ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ് പഠിക്കാതെ പോകല്ലേ. നെക്സ്റ്റ് നോക്കാം ഫാക്ടേഴ്സ് ഓഫ് കണക്ടിങ് കമ്പ്യൂട്ടർ ടു ദ ഇന്റർനെറ്റ്. എങ്ങനെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫാക്ടേഴ്സിൽ. കമ്പ്യൂട്ടറിനൂടെ എന്ത് വേണം, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് വേണം, TCP IP പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OS വേണം. ആ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഡയലപ്പ് വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഡിഫറൻസ് വളരെ ഒരു ബോക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള പഠിച്ചു വെച്ചേക്കുക. ഇൻസ്റ്റഗ്രാം ബ്രൗസർ എന്താണ്, ബ്രൗസറിൻ്റെ എക്സാമ്പിൾ, സെർച്ച് എഞ്ചിൻ എന്താണ്, സെർച്ചിൻ്റെ എക്സാമ്പിൾ, ഇമെയിൽ എന്താണ്, ഇമെയിലിൻ്റെ സ്ട്രക്ചറിൻ്റെ എന്താണ് മക്കളെ, ഇമെയിലിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ. സോ അത് ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചേക്കുക, ഡിസഡ്വാൻറ്റേജ് പഠിച്ചേക്കുക. സോഷ്യൽ മീഡിയ എന്താണ്, സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, സോഷ്യൽ മീഡിയ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് നോക്കാം വൈറസ്, ട്രോജൻ ഹോഴ്സ്, വേം, ഫിഷിംഗ്, ഡെയിലി ലൈഫ് സർവീസ് അറ്റാക്ക് എന്താണ്. ടൈമായിട്ട് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ, ഓരോരോ ടൈമായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. വലിയ എസ്സേ പാട്ടിന് വരാത്തൊന്നുമില്ല. അപ്പോൾ ഒരു 3 മാർക്കിന് വരികയാണെങ്കിൽ ഫസ്റ്റ് A പാർട്ടിൽ വൈറസ് എന്താണ്, B പാർട്ടിൽ ബ്രൗസർ എന്താണ്. അപ്പോൾ അങ്ങനെ എന്താണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ, 3 പാർട്ട് ക്വസ്റ്റ്യൻസ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് മക്കളെ, GPRS എന്നാണ്, GSM സ്റ്റാൻഡേർഡ്സ്, ആക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്താ, സിം, MMS, ദെൻ പിന്നെ GPS, ദെൻ പിന്നെ സ്മാർട്ട് കാർഡ്, ഈ കാര്യങ്ങളൊന്നും പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് മൊബൈൽ OSനെ കുറിച്ചാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുക. ദെൻ ആൻഡ്രോയിഡ് OSനെ കുറിച്ചാണെങ്കിൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് മക്കൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കുക. ഇത് പഠിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ പ്രീവിയസ് ലൈവ് കണ്ടിട്ട് പഠിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താ മക്കളെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാൻ അതിന് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഒരിക്കലും കമൻറ്റ് ബോക്സ് അതിനുവേണ്ടി യൂസ് ചെയ്യുക.
സാറേ ഇത് ഫുൾ ഉണ്ടല്ലോ എന്നുള്ള കമന്റ് മാത്രം നിരോധിച്ചിരിക്കുന്നു. ബാക്കി എന്ത് നിങ്ങൾ കമന്റ് ചെയ്തു മക്കളെ അത് മാത്രം നിരോധിച്ചിരിക്കുന്നു. സോ നിങ്ങൾ ഡൗട്ട് ചോദിക്കാനുള്ള കമന്റ് ബോക്സ് ആണ് മക്കളെ, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടി യൂസ് ചെയ്യല്. കാരണം തമാശിച്ചതിന് മറ്റുള്ളത് യൂസ് ചെയ്യാതിരിക്കുക, ഇതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എല്ലാവരും ഇന്ന് ലൈവില് പങ്കെടുക്കണം. ലൈവിൽ എല്ലാവരും വരണം. ലൈവില് വൈകുന്നേരം 7:30 ലൈവ് ഉണ്ട്. സോ ആയിരിക്കും ലൈവ് മിസ്സാക്കല്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.